ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഈശ്വരാഭിമുഖമായി നമ്മൾ ചെയ്യുന്ന ഏതൊരു സാധനയും ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ, സമർപ്പണത്തോടെ ചെയ്യുമ്പോൾ അത് ആ വായിക്കുന്ന നിമിഷം അല്ലെങ്കിൽ ചെയ്യുന്ന നിമിഷം തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. ഈ സന്തോഷം എന്നത് ആത്മാനന്ദമാണ്. ആത്മാവാകട്ടെ സാക്ഷാൽ ഹരിയും. അപ്പോൾ ഭഗവാൻ പ്രസാദിക്കുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? ഒരു പാരായണം കേട്ടാൽ, പ്രഭാഷണം കേട്ടാൽ, ഇനി അത് സ്വയം വായിക്കുമ്പോൾ, പൂജ ചെയ്യുമ്പോൾ, ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം ആ സന്തോഷം എന്നത് ആത്മാനന്ദമാണ്. ഇനിയിപ്പോൾ നാനാകർമ്മങ്ങൾ മുഖേന നാനാ ദേവന്മാരെ ഉപാസിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഫലങ്ങളും ഹരിപ്രീതി കൊണ്ട് മാത്രം സാധിക്കും. ഇവിടെ ഹരി എന്നതുകൊണ്ട് ആ പരമാത്മാവിനെയാണ് കുറിക്കുന്നത്. അപ്പോൾ സർവാത്മാവായ ഹരിയെ ആരാധിച്ചാൽ ആ ആത്മസ്വരൂപനായിരിക്കുന്ന ഒരു ശക്തി എന്ന രീതിയിൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ അത് സർവദേവാരാധനമായി. ഇതിനെക്കുറിച്ചാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ തരോഹോ മൂല നിഷേചനേന, തരോർമൂല നിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജ ഉപശാഖാഃ, തത്സ്കന്ധ ഭുജോപശാഖാഃ പ്രാണ ഉപഹാരാത് ച പ്രാണോപഹാരാത് ച യഥാ ഇന്ദ്രിയാണാം യഥേന്ദ്രിയാണാം തഥാ ഏവ തഥൈവ സർവാർഹണം അച്യുത ഇജ്യ, സർവാർഹണം അച്യുതേജ്യ. യഥാ എപ്രകാരമാണോ തരോഹോ ഒരു വൃക്ഷത്തിൻ്റെ മൂലനിഷേചനം, അതിൻ്റെ കടക്കൽ വെള്ളം നനച്ചതുകൊണ്ട്, തത് സ്കന്ധം അതിൻ്റെ തടിയും, ഭുജ ഉപശാഖാഹ കൊമ്പുകളും ചില്ലകളും മറ്റുമൊക്കെ തൃപ്യന്തി പുഷ്ടിയാർജിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം. യഥാ എപ്രകാരമാണോ പ്രാണ ഉപഹാരാത് ഭക്ഷണം, വെള്ളം ഇവയാൽ പ്രാണന് കെൽപ്പുണ്ടാകുന്നതുകൊണ്ട് ആ പ്രാണനാണ് ഇന്ദ്രിയാണാം ച ഇന്ദ്രിയങ്ങൾക്ക് കെൽപ്പുണ്ടാക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രം, വെള്ളം കുടിക്കുന്നു, ഇത് കഴിഞ്ഞാൽ ചെയ്യുന്നത് മുഴുവൻ ഈ പ്രാണനും ഇന്ദ്രിയങ്ങളുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുക, അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക എന്നീ കർമ്മങ്ങളാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ, പ്രാണനിലൂടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പുഷ്ടിപ്പെടുന്നത് എങ്ങനെയാണോ തഥാ ഏവ അതേ വിധം അച്യുത ഇജ്യ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ആത്മാവായിട്ട് ഏതൊരു ദേവതാശക്തിയെയും കണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ ആ ആരാധനം സർവ അർഹണം, സർവദേവന്മാരെയും ആരാധിക്കുന്നതിന് തുല്യമായിത്തീരുന്നു. വൃക്ഷങ്ങളുടെ കടയ്ക്കൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഓരോ കൊമ്പിനും ഓരോ ഇലയ്ക്കും പോയി വെള്ളം ഒഴിക്കേണ്ട. ആ കടയ്ക്കൽ നിന്ന് അത് സ്വീകരിച്ച് എല്ലാ ചില്ലകളിലേക്കും കൊമ്പുകളിലേക്കും തടിയിലേക്കും ഒക്കെ അതങ്ങ് പടർന്ന് അത് പുഷ്ടിപ്പെട്ടുകൊള്ളും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി, വെള്ളം കുടിച്ചാൽ മാത്രം മതി. ബാക്കി ഇന്ദ്രിയങ്ങളെ മുഴുവൻ പോഷിപ്പിക്കുന്ന കാര്യം പിന്നെ പ്രാണന്റേതാണ്. ഇതുപോലെ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്ന ഭാവത്തിൽ അത് ഏത് ദേവനെയും, നിങ്ങളൊരു കൃഷ്ണഭക്തനാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണ് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവെന്ന് സങ്കല്പിക്കുക. ദേവീഭക്തരാണെങ്കിൽ ദേവിയാണ് സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമെന്ന് സങ്കല്പിക്കുക. ശിവഭക്തരാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവതാ സ്വരൂപത്തെ, സർവ്വതിലും വിളങ്ങുന്ന
സർവാത്മാവാണ് എന്ന് വിചാരിച്ച് സേവിക്കുമ്പോൾ അത് എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിന് തുല്യമായി തീരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിന് ഓരോ ദേവന്മാർക്ക് പൂജ ചെയ്യണം. അങ്ങനെ അല്ലാതെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ എന്ന ഭാവത്തിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ അത് സർവദേവന്മാരെയും ആരാധിച്ചതിന് തുല്യമാകുന്നു. ഇനി മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയുന്നു 15-ാമത്തെ ശ്ലോകം. യഥായേവ യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനഃ ച പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരൗ ഏവ ഹരാവേവ ഗുണപ്രവാഹഃ. യഥായേവ ഏതു പ്രകാരമാണോ വാരഃ വെള്ളം സൂര്യാത്ത് സൂര്യനിൽ നിന്ന് ആ ചൂടുകൊണ്ട് മേഘങ്ങളായിട്ട് പ്രഭവന്തി മഴയായിട്ടുണ്ടാവുകയും പുനഃച വീണ്ടും കാലേ വേനൽക്കാലത്ത് തിരിച്ച് സമുദ്രത്തിൽ നിന്ന് ആവിയായിട്ട് തസ്മിൻ പ്രവിശന്തി ഇതേ സൂര്യനിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നത് തഥാ അതുപോലെയും ഇനി ഏതു വിധമാണോ സ്ഥിരജംഗമാനി സ്ഥാവരജംഗമങ്ങളായ ഭൂതാനി പ്രാണികൾ ഭൂമൗ ഭൂമിയിൽ നിന്ന് പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള അംശം എന്ന് പറയുന്നത് ഭൂമിയുടെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അന്നമയമാണ് ഈ ശരീരം. അന്നമയം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തുന്നത്. ഈ അന്നം എവിടെ നിന്ന് കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് കിട്ടുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ഉണ്ടായി തിരിച്ച് ഭൂമിയിലേക്ക് തന്നെയാണ് നമ്മളെ ചിതയടക്കുകയാണെങ്കിലും ഇനി മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിലും ഭൂമിയിലേക്കാണ് തിരിച്ചു പോകുന്നത്, മണ്ണിലേക്ക് ലയിക്കുകയാണ്. ഇങ്ങനെ ഹരൗ ഏവ ഹരിയിൽ നിന്ന് വന്ന നമ്മളൊക്കെ ഹരിയിലേക്ക് തന്നെ ഗുണപ്രവാഹ ചേതനാത്മകമായ പ്രപഞ്ചമാകെയും ഉണ്ടായിട്ട് പിന്നീട് വിലയിക്കുന്നതും ഇതേ ഹരിയിൽ തന്നെയാണ്. 16-ാമത്തെ ശ്ലോകം. ഏതത് പദം തജ്ജഗദാത്മനഃ പരം സകൃത് വിഭാതം സവിതുഃ യഥാ സവിതുര്യഥാ പ്രഭ യഥാ അസവോ ജാഗ്രതി സുപ്തശക്തയഃ ശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമാത്യയഃ. ഏതത് ഈ വിശ്വം ജഗദാത്മനഃ വിശ്വസ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരം തത്പദം ഉപാധിരഹിതമായ സ്വരൂപം തന്നെയാണ്. ഒരു ജലം ഐസ് കട്ടയാകുമ്പോൾ അത് ഒരു രൂപത്തെ പ്രാപിക്കുന്നു. ഇതുപോലെ ഈ ലോകത്തിന് മുന്നിൽ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രപഞ്ചമായിട്ട് ആ ഭഗവാൻ തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ പ്രപഞ്ചമായിട്ട് കാണുന്നത് ഭഗവാനെ തന്നെയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സകൃത് ചില കാലത്ത് വിഭാതം പ്രസ്ഫുരിക്കുന്ന ഇത് സവിതുഹു പ്രഭാ യഥാ സൂര്യന്റെ പ്രഭ പോലെയാണ്. സൂര്യനും അതിൻ്റെ പ്രഭയും തമ്മിൽ വ്യത്യാസമില്ല. എങ്കിലും പറയുമ്പോൾ സൂര്യനും സൂര്യന്റെ പ്രഭയും എന്ന് പറയും. അതുപോലെ ഭഗവാനും പ്രപഞ്ചവും. എന്നാൽ ഭഗവാനെ വ്യക്തമായി കാണാവുന്ന ഒന്ന്, അതാണ് പ്രപഞ്ചം. ഇനി യഥാ എപ്രകാരമാണോ ജാഗ്രത അവസ്ഥയിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അസവഹ ഇന്ദ്രിയങ്ങൾ സുപ്തശക്തയഃ സുഷുപ്തിയിൽ വിലീനങ്ങളായിട്ട് അങ്ങനെ മങ്ങിപ്പോകുന്നു. അവിടെ പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ ഒന്നും തന്നെയില്ല, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതുപോലെ ഭഗവാനിൽ നിന്ന് വന്ന് വീണ്ടും ഭഗവാനിലേക്ക് ലയിക്കുന്നു. ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമ അത്യയഃ. ആ ഭഗവാന് വാസ്തവത്തിൽ മനുഷ്യർക്കുള്ളതുപോലെ ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ 3 വിധത്തിലുള്ള അഹങ്കാര കാര്യങ്ങളോ തന്നിമിത്തങ്ങളായ ഭേദവിഭ്രമമോ ഒന്നും തന്നെയില്ല. ഇത് നമ്മളെ കാണിക്കാൻ, ഈ പ്രപഞ്ചം ഉണ്ടാവണം എന്ന ഭഗവാന്റെ സങ്കല്പത്താൽ യാതൊരു വിധത്തിലുള്ള ഉപാധിയുമില്ലാതെ നമുക്ക് മുന്നിൽ പ്രതിഭാസിക്കുന്നു പ്രപഞ്ചമായിട്ട്. അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ.
ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ അതിനോടൊരു സംഘം, ഒരു ആസക്തി ഉണ്ടാവുകയില്ലേ? അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ പറയുകയാണ് 17ാമത്തെ ശ്ലോകം. യഥാ നഭസി അഭ്രതമഃ പ്രകാശാഃ ഭവന്തി ഭൂപാ ന ഭവന്തി അനുക്രമാത് ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയഃ തു അമൂഹു ശക്തയസ്ത്വമൂ രജഃ തമഃ സത്വം ഇതി രജസ്തമഃ സത്വം ഇതി പ്രവാഹഃ. സത്വരജ തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. പിന്നെ എന്താണ് ഈ കാണുന്നത്? ഹേ ഭൂപാഹ, രാജാക്കന്മാരെ, യഥാ എപ്രകാരമാണോ നഭസി ആകാശത്തിൽ അഭ്രതമഃ, അഭ്രം എന്നാൽ മഴക്കാറ്, തമഹ ഇരുട്ട്, പിന്നെ പ്രകാശാഹ വെളിച്ചവും, ഇവ ഇങ്ങനെ അനുക്രമാത് ഓരോന്നോരോന്നായിട്ട് ഭവന്തി ആവിർഭവിക്കുന്നു, ന ഭവന്തി ചില സമയത്ത് ഇതൊന്നും കാണുകയുമില്ല. ഏവം ഇപ്രകാരം പരേ ബ്രഹ്മണി ആ പരബ്രഹ്മത്തിൽ രജ തമ സത്വം, രജസ് തമസ് സത്വം ഇങ്ങനെയുള്ള അമൂഹു ശക്തയ, ഈ ത്രിഗുണങ്ങളാകുന്ന ശക്തികൾ അതങ്ങനെ ഭവിക്കുന്നു, അതേപോലെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അത് ആ പരബ്രഹ്മവുമായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല, ഒട്ടിച്ചേരുന്നില്ല. ആകാശത്തിൽ മേഘങ്ങൾ വന്ന് സഞ്ചരിച്ചങ്ങനെ പോകുന്നത് പോലെ, അതുമായിട്ട് ഒട്ടാതെ സഞ്ചരിച്ചു പോകുന്നത് പോലെ, ഇതി പ്രവാഹഃ, ഇങ്ങനെയാണ് ഈ ജഗത്ത് ആ പരമാത്മാവിൽ നിന്ന് ഒരു പ്രവാഹം പോലെ ഇങ്ങനെ ഉണ്ടായി മറയുന്നത്. 18ാമത്തെ ശ്ലോകം. തേന ഏകം ആത്മാനം അശേഷദേഹിനാം തേനൈകമാത്മാനം അശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം ആത്മ ഏകഭാവേന സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹമാത്മൈകഭാവേന ഭജധ്വം അദ്ധാ ഭജധ്വമദ്ധാ. തേന ആകയാൽ അശേഷദേഹിനാം സകല സ്ഥാവര ജംഗമ ശരീരികളുടെയും ഏകം ആത്മാനം, ശരീരങ്ങളൊക്കെ വ്യത്യാസമാണ്, പക്ഷേ അതിനുള്ളിൽ ചൈതന്യമായി കുടികൊള്ളുന്ന ഏകമായിട്ടുള്ള ആത്മാനം, ആ ജീവചൈതന്യത്തെ ആ ഭഗവാൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ കാലമായിട്ടും ജഗത്തിൻ്റെ നിമിത്ത കാരണമായ കാലശക്തിയായും പ്രധാനം ഭഗവാന്റെ തന്നെ മൂലപ്രകൃതിയായിട്ട് പ്രധാന രൂപത്തിൽ ഇരിക്കുന്നതും ആ മായാശക്തിയാണ്, ഭഗവാൻ തന്നെയാണ്. ഇനി അവയ്ക്കെല്ലാം കർത്താവായ പുരുഷം, പുരുഷോത്തമനായും സ്വതേജസ തൻ്റെ കാല ഉഗ്ര തേജസ്സിനാൽ ധ്വസ്ത ഗുണപ്രവാഹം സത്വാദി ഗുണങ്ങളുടെ പ്രവാഹ സ്വരൂപമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്നവനും, അതാണ് കാലാഗ്നിയായിട്ട് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കുന്നവനും ആയിട്ടുള്ള പരേശം ആ സർവേശ്വരനെ ആത്മൈക ഭാവേന, ഞാൻ വേറെയാണ് ഈശ്വരൻ വേറെയാണ് എന്ന ഭാവത്തിലല്ല, എന്നിൽ ചൈതന്യമായിട്ടിരിക്കുന്ന ഈ ശരീരത്തെയും മനസ്സിനെയും ചൈതന്യവത്താക്കുന്നത് ഏത് ശക്തിയാണോ അതേ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും ശക്തിയായിട്ട് ചൈതന്യമായിട്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചം തന്നെയായിട്ടിരിക്കുന്നത്, കാലമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഭാവന ചെയ്ത് അദ്ധാ ശരിക്കും ഭജധ്വം ഭജിക്കുവിൻ. ഇങ്ങനെയൊരു വിചാരം മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ പോരാ. അങ്ങനെയൊരു വിചാരം വരുമ്പോൾ പിന്നെ നമ്മൾ ആരായിത്തീരും? സർവഭൂതഹിതേ രതാഹ. ഇതാണ് 19ാമത്തെ ശ്ലോകം. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവാ സർവ ഇന്ദ്രിയ ഉപശാന്ത്യാ സർവേന്ദ്രിയോപശാന്ത്യാ വാ തുഷ്യതി ആശു തുഷ്യത്യാശു ജനാർദ്ദനഃ. സർവ്വതിലും ഒരേ ശക്തിയാണ്, ഒരേ ചൈതന്യമാണ് കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി സർവഭൂതേഷു ദയാ, എല്ലാ ജീവജാലങ്ങളിലും ദയയുണ്ടാകും. അതുമാത്രമല്ല യേന കേനവാ സന്തുഷ്ട്യ, എനിക്കിത് കിട്ടാനാണ് ഭഗവാൻ നിശ്ചയിച്ചത്, അത് മതി,
അതിനെ കൊണ്ട് സംതൃപ്തി അടയുക. അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടാകും. എല്ലാറ്റിനുമപ്പുറം ഒന്നിനോടും അമിതമായ ഇല്ലാതിരിക്കുക. സർവ ഇന്ദ്രിയ ഉപശാന്തി, എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കാൻ സാധിക്കുക. ഇങ്ങനെ പ്രശാന്തമായ മനസ്സ് ആർക്കുണ്ടാകുന്നുവോ അങ്ങനെയുള്ളവനിൽ ജനാർദ്ദനഃ, ഭക്തവത്സലനായ ഭഗവാൻ ശ്രീഹരി ആശുതുഷ്യതി, വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്നു. ഭക്തരിൽ പല തലത്തിലുള്ളവരെ കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അതിൽ ആർത്തഭക്തന്മാരുണ്ട്. എല്ലാം ഭഗവാനോട് പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, പരാതികൾ പറഞ്ഞ്, എപ്പോഴും സങ്കടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. പിന്നെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളൊന്നുമില്ല എങ്കിലും ഇനിയും ഇനിയും വേണം എന്ന ആഗ്രഹത്തോടുകൂടെ ഭഗവാനോട് അർത്ഥത്തിനു വേണ്ടി യാചിക്കുന്നവർ. പിന്നെ ജിജ്ഞാസു, അറിവ് നേടണം, ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഏറ്റവും അവസാനം ജ്ഞാനി, ഈ അറിവ് നേടിയ ആൾ. ഏതറിവാണ്? എന്തിനാണ് നമുക്ക് ഈ മനുഷ്യജന്മം? അത് നമ്മുടെ പല ജന്മങ്ങളിലായി മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനകളെ എരിയിച്ചു കളയാനാണ് ഓരോ ജന്മവും. അത് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് വന്നാൽ മാത്രമേ അവനവൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധവാനാവുകയും അതിൽ സംതൃപ്തി അടയാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ അവനവൻ്റെ കർമ്മഫലത്താൽ മാത്രമാണ് എനിക്കിതെല്ലാം ലഭിക്കുന്നത് എന്ന ചിന്ത വന്നാൽ മാത്രമേ തൃപ്തിയോടെ ജീവിക്കാനും പുതിയ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ സർവ്വതിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര ചൈതന്യമാണ് എന്ന ചിന്തയും മനസ്സിൽ ഉറച്ചാൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും പണ്ഡിതനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ ഇങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാം ആ ഈശ്വര ചൈതന്യം എന്ന ഭാവത്തിൽ, എന്നാൽ അവരുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തും. അപ്പോഴും ഒരു സഹതാപത്തോടെ, അവരെ വെറുക്കുകയല്ല. ദുർജന സംസർഗം പാടില്ല എന്ന അറിവുള്ളത് കൊണ്ട് മാത്രം അവരിൽ നിന്ന് അകന്നു നിൽക്കും, അത്രമാത്രം. അങ്ങനെയാണ് ഒരു ജ്ഞാനി ചെയ്യുക, അല്ലാതെ ആരെയും വെറുക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജ്ഞാനിയെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അവരിലാണ് ഭഗവാൻ ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്നത് എന്ന് നാരദ മഹർഷി പറയുകയാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള ജ്ഞാനികളിൽ ഒരിക്കൽ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനെ ഭഗവാൻ വിട്ടുപോവുകയില്ല എന്നുകൂടെ പറയുകയാണ് 20ാമത്തെ ശ്ലോകം. അപഹത സകല ഏഷണാം അമലാത്മനി അവിരതം ഏധിത ഭാവന ഉപഹൂതഃ. അപഹത സകലേഷണാമലാത്മന്യവിരതം ഏധിത ഭാവനോപഹൂതഃ. നിജജനവശഗത്വം ആത്മനഃ അയൻ ന സരതി. നിജജനവശഗത്വമാത്മനോയന്ന സരതി ഛിദ്രവത് അക്ഷരഃ. ഛിദ്രവദക്ഷരഃ സതാം ഹി. സതാം, സത്തുക്കളുടെ, അപഹത സകല ഏഷണാം അമലാത്മനി. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം പരിശുദ്ധമാകുന്നത്? 3 തരത്തിലുള്ള ഏഷണ, അതായത് ആഗ്രഹം. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഈ ലോകത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന ആഗ്രഹം. അതുപോലെ പുത്രൻ, കുടുംബം, ഇങ്ങനെയുള്ള ബന്ധുബലം ഉണ്ടാക്കിയെടുക്കണം എന്ന ആഗ്രഹം. പിന്നെ വിത്തേഷണ എന്നാൽ ധനമാർജിക്കണം എന്ന ആഗ്രഹം. ഇതെല്ലാം ഇല്ലാതായിട്ട് ഭഗവാൻ തന്നെയാണ് എൻ്റെ ധനം, ഭഗവാൻ തന്നെയാണ് എൻ്റെ ബന്ധു, എനിക്ക് ലഭിക്കുന്ന പ്രശസ്തി എന്നത് ഭഗവാന്റെ ദാസനാണ് എന്നതായിരിക്കണം. അതൊരു പ്രശസ്തിയല്ല എങ്കിൽ പോലും ആളുകൾ അംഗീകരിക്കുന്നത് അങ്ങനെ ആയാൽ മതി. എന്നെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ദാസനായിട്ട് അംഗീകരിച്ചാൽ മതി. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ ആ ആളിൻ്റെ മനസ്സ് ശുദ്ധജലം പോലെ നിർമ്മലമായി തീരും. അങ്ങനെ നിർമ്മലമാകുന്ന അന്തഃകരണത്തിലാണ് അവിരതം, നിരന്തരമായി ഏധിതം, വർദ്ധിക്കുന്ന ഭാവന, ഭക്തിഭാവനയാൽ
ഉപഹൂതഃ, ഭഗവാൻ അവിടെ സ്ഥിരവാസിയാകും. എങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെടുന്നത്, അതേപോലെ നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ഭഗവാൻ നിത്യ സാന്നിധ്യം അരുളുന്നതാണ്. അത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ആ സാന്നിധ്യം എങ്ങനെയുള്ള ഭഗവാൻ? അക്ഷരഃ, ഒരിക്കലും നശിക്കാത്ത, ആത്മനഃ നിജജന വശഗത്വം, തൻ്റെ ഭക്തജനങ്ങൾക്ക് താൻ അധീനനാണ് എന്ന നിലയിൽ അയൻ. അങ്ങനെയൊരു സങ്കല്പത്തിൽ ഛിദ്രവത്ത്, ഹൃദയത്തിൽ വിശാലമായിരിക്കുന്ന ആകാശം പോലെ, പിന്നീട് അവിടെ നിന്ന് നസരതിഹി, അകന്നു പോവുകയില്ല. അപ്പോൾ എങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്? നിർമ്മലരായിരിക്കണം. ആ നൈർമല്യം എങ്ങനെ വരും? ഒരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമാണ് ഈ നൈർമല്യം ഉണ്ടാകുന്നത്. അങ്ങനെ നൈർമല്യം വന്നാൽ മാത്രമാണ് യഥാർത്ഥ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഭക്തിയിൽ വശഗതനായിട്ട് ഭഗവാൻ പിന്നെ അവിടെ നിന്ന് പോവുകയില്ല. 21ാമത്തെ ശ്ലോകം. ന ഭജതി കുമനീഷിണാം സഹ ഇജ്യാം ഹരിഹി അധനാത്മധനപ്രിയഃ ഹരിരധനാത്മധനപ്രിയോ രസജ്ഞഃ ശ്രുതധനകുലധർമ്മണാം മദൈര്യേ വിദധതി പാപം അകിഞ്ചനേഷു സത്സു. അധന ആത്മധനപ്രിയഃ, നിസ്സഹായരും നിരാലംബരും നിർധനരും ആയിട്ടുള്ളവരും, എന്നാൽ അവരൊക്കെ തന്നെ തങ്ങളുടെ ആ നിസ്സഹായ അവസ്ഥയിലും ഭഗവാൻ തന്നെയാണ് എൻ്റെ ധനം. ആത്മധനപ്രിയഃ, ആത്മസ്വരൂപനായ ഭഗവാനാണ് എനിക്ക് ധനമായിട്ടുള്ളത് എന്ന് ത്യാഗരാജസ്വാമികളെ പോലെയൊക്കെ കണക്കാക്കുന്ന ഭക്തരെയാണ് ഭഗവാൻ ഇഷ്ടം. അങ്ങനെ അവരിൽ പ്രീതിയുള്ളവനും രസജ്ഞഃ, ഭക്തിയുടെ രസം നന്നായി അറിഞ്ഞാസ്വദിക്കുന്നവനുമായ സഹഹരിഹി, ആ ശ്രീഹരി, യേ ഇനി യാതൊരുവരാണോ ശ്രുതധനകുലധർമ്മണാം, താൻ നേടിയ വിദ്യാഭ്യാസത്തിന്റെ മഹിമയാൽ താൻ വലിയ പണ്ഡിതനാണ് എന്ന ഭാവം നടിക്കുന്നവർ, ധനം സമ്പന്നത കൊണ്ട് വലിയവനായി എന്ന് വിചാരിക്കുന്നവർ, കുലമഹിമ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന കുലത്തിലാണ് എന്ന ഒരു അഹങ്കാരത്തിൽ നടക്കുന്നവർ, ഇനി ധർമ്മം എന്നാൽ തനിക്ക് കിട്ടിയ ഉദ്യോഗത്തിന്റെ പേരിൽ വലിയ മേനി നടിക്കുന്നവർ, ഇവയുടെ മദൈഹി തിമുർപ്പുകളാൽ അകിഞ്ചനേഷു നിർധനരായ സത്സു സജ്ജനങ്ങളിൽ, അതായത് ഭഗവാനിൽ ഭക്തി ഉറച്ചവരിൽ ആരാണോ പാപം വിദധതി, ദ്രോഹത്തെ ആചരിക്കുന്നത്, അങ്ങനെയുള്ളവർ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തുന്ന പൂജ പോലും ആ കുമനീഷിണാം ദുർബുദ്ധികളുടെ ഇജ്യാം പൂജയെ നഭജതി ഭഗവാൻ സ്വീകരിക്കുന്നതല്ല. ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാന് ഒരു ജലം പൂജിച്ചാൽ പോലും ഭഗവാൻ അത് സ്വീകരിക്കും. അതേസമയം മതത്തോടുകൂടി കോടി രൂപ കൊണ്ടൊരു പൂജ ചെയ്താലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതല്ല. 22ാമത്തെ ശ്ലോകം. ശ്രിയം അനുചരതീം തദർത്ഥിനശ്ച ദ്വിപദപതീൻ വിബുധാംശ്ച യത്സ്വപൂർണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥം അമുമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. യാതൊന്നു ഹേതുവായിട്ട് ആ ഭഗവാൻ സ്വപൂർണഃ, ആ ഭഗവാൻ തൻ്റെ എല്ലാ മഹിമ കൊണ്ടും പൂർണ്ണസ്വരൂപനാണ്. ആ പൂർണ്ണമായ അവസ്ഥയെ സ്വയം അനുഭവിച്ച് ആനന്ദിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അനുചരതീം നിരന്തരം പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രിയം ലക്ഷ്മിയെയും, ഇനി ആ ലക്ഷ്മിയെ മാത്രം ആഗ്രഹിക്കുന്ന, അതാണ് തദർത്ഥിനഃ, ലക്ഷ്മിയെ ആഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മീ ദേവിയെ മാത്രം പൂജിക്കുന്ന ദ്വിപദപതീൻ രാജാക്കന്മാരെയും വിബുധാംച ദേവന്മാരോടും വലിയ താല്പര്യമൊന്നും ഭഗവാൻ ന ഭജതി താല്പര്യപ്പെടാറില്ല.
ആർക്ക് ഭഗവാനെ ലഭിക്കുന്നുവോ അവർക്ക് സ്വാഭാവികമായി ലക്ഷ്മി ദേവിയെയും ലഭിക്കും. ഭഗവാനെ ലഭിക്കാത്തവർക്ക് ലക്ഷ്മിയെയും ലഭിക്കുകയില്ല. എന്നാൽ ലക്ഷ്മി ദേവിയെ മാത്രം വേണം എന്നാഗ്രഹിക്കുന്നവരെ ഭഗവാൻ തിരിഞ്ഞു നോക്കുകയില്ല എന്നാണ് പറയുന്നത്. നിജഭൃത്യ വർഗതന്ത്ര, അതേസമയം തൻ്റെ ഭക്തന്റെ ദാസനായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അമും ഈ കരുണാമയനെ കൃതജ്ഞ പുരുഷ, ഉപകാരസ്മരണയുള്ള ഒരു മനുഷ്യൻ കഥം എങ്ങനെയാണ് ഉദ്വിസൃജേത്, കുറഞ്ഞൊരു നേരമെങ്കിലും ആ ഭഗവത് സ്മരണയെ വിട്ടുകളയാൻ എങ്ങനെ തോന്നുന്നു? ഇത്രയും കാരുണ്യവാനായ ആ ഭഗവാനെ സ്മരിക്കാതിരിക്കാൻ ഈ ആളുകൾക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് നാരദ മഹർഷി അതിശയപ്പെടുന്നത്. മൈത്രേയ ഉവാച 23-ാമത്തെ ശ്ലോകം. ഇതി പ്രചേതസഃ പ്രചേതസോ രാജൻ അന്യാഃ ച രാജൻ അന്യാശ്ച ഭഗവത് കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വയംഭുവഃ സ്വയംഭുവോ മുനിഃ. ഹേ രാജൻ, മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുന്നു. സ്വയംഭുവഃ മുനിഃ, ബ്രഹ്മപുത്രനായ നാരദമുനി ഇതി ഇപ്രകാരം ആ ഹരിമാഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവാനെ നിരന്തരം സ്മരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇങ്ങനെയൊക്കെ നേരിട്ടും പറഞ്ഞുകൊടുത്തു. അല്ലാതെയുള്ള മറ്റ് ഭക്തന്മാരുടെ കഥകൾ പറഞ്ഞുകൊടുത്തു. അതിവിടെ പറയുന്നില്ല. പക്ഷെ അന്യാഹച, മറ്റുള്ള ഭഗവത് കഥാഹ, ഭഗവത് കഥകളും പറഞ്ഞുകൊടുത്തു. പ്രചേതസഃ ശ്രാവയിത്വ, അവരെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ബ്രഹ്മലോകം യയൗ, ബ്രഹ്മലോകത്തിലേക്ക് പോയി. കാരണം ഭക്തന്മാരുടെ കഥ കേൾക്കുമ്പോഴാണ് നമുക്കും അവരെപ്പോലെ ആകാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരു തോന്നൽ വരുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും. അതിനായിട്ട് ഉത്തമ ഭക്തരുടെ കഥകളും കൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് നാരദ മഹർഷി ബ്രഹ്മലോകത്തിലേക്ക് പോയത്. 24-ാമത്തെ ശ്ലോകം. തേ അപി തേപി തന്മുഖ നിര്യാതം യശഃ യശോ ലോകമലാപഹം ഹരേഹേ നിശമ്യ ഹരേർനിശമ്യ തത്പാദം ധ്യായന്തഃ തദ്ഗതിം ധ്യായന്തസ്തദ്ഗതിം യയുഃ. തേ അപി, ആ പ്രചേതസ്സുകളും തന്മുഖ നിര്യാതം, ആ മഹാമുനിയുടെ മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നതും, അതായത് മുനി പറഞ്ഞു കൊടുത്തതും, ലോകമലാപഹം, ലോകത്തിൻ്റെ മനസ്സിലെ അഴുക്കുകളെ, മനോമാലിന്യത്തെ അകറ്റുന്നതുമായ ഹരേഹേ യശഃ, ഭഗവാൻ ശ്രീഹരിയുടെ കീർത്തിയെ നിശമ്യ, അവർ കേട്ടിട്ട്, മഹാമുനി പറഞ്ഞുകൊടുത്ത ആ വചനങ്ങൾ കേട്ടിട്ട്, തത്പാദം ധ്യായന്തഃ, അങ്ങനെ തങ്ങൾ കുറച്ചൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു. വീണ്ടും ഹരിസ്മരണയിലേക്ക് അവർ വന്നു. അങ്ങനെ ആ പാദം ധ്യായന്തഃ, ഭഗവാന്റെ തൃപ്പാദത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ കുറേ നാൾ ഇരുന്നിട്ട്, ഇത് എല്ലാം ഒരുമിച്ച് പറയുന്നു എന്നേ ഉള്ളൂ, കുറേ നാളുകൾക്ക് ശേഷം തദ്ഗതിം, ഭഗവാന്റെ പരമമായ ധാമത്തെ യയുഹു, പ്രാപിച്ചു. അങ്ങനെ പ്രചേതസ്സുകൾക്കും മോക്ഷം ലഭിച്ചു എന്ന് പറയുന്നു. 25-ാമത്തെ ശ്ലോകം. ഏതത് തേ അഭിഹിതം ഏതത്തെ അഭിഹിതം ക്ഷത്ത യത് മാം ക്ഷത്തരിയൻ മാ ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. ക്ഷത്ത, വിതുരരെ, പ്രചേതസാം നാരദസ്യ സംവാദം, പ്രചേതസ്സുകളും നാരദനും തമ്മിലുണ്ടായ സംഭാഷണം. ആ സംഭാഷണ രൂപത്തിൽ കേട്ടത് ഹരികീർത്തനമാണ്. അങ്ങനെ ഹരിലീലാകഥനമാകുന്ന ഏതത്, ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണോ അങ്ങേക്ക് പറഞ്ഞത് എല്ലാം തേ അഭിഹിതം, അങ്ങേക്ക് പറഞ്ഞു തന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണല്ലോ യത് ത്വം മാം, അങ്ങ് എന്നോട് പരിപൃഷ്ടവാൻ, ചോദിച്ചത്. പ്രചേതസ്സുകളെ കുറിച്ച് കൂടുതലായി അറിയണം എന്ന് അങ്ങ് ചോദിച്ചിരുന്നുവല്ലോ, അതിതാ മുഴുവനായി ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. 3-ാമത്തെ സ്കന്ധം മുതലാണ് വിതുര മൈത്രേയ സംവാദം ആരംഭിച്ചത്. ഈ ഒരു ശ്ലോകത്തോടുകൂടെ ആ സംവാദം ഉപസംഹരിക്കുകയാണ്.
അതിനായിട്ടിനി പരീക്ഷിത് രാജാവിനോട് ശ്രീ ശുകൻ പറഞ്ഞു എന്ന രീതിയിലാണ് വീണ്ടും തിരിച്ചു വരികയാണ്. ശ്രീ ശുക ഉവാച, ശുക മഹർഷി പറയുകയാണ്, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടതൊക്കെ തന്നെ സ്വായംഭുവ മനുവിന്റെ പുത്രിമാരുടെയും പുത്രന്മാരുടെയും ഒക്കെ വംശപരമ്പരയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 26-ാമത്തെ ശ്ലോകം. യ ഏഷഃ ഉത്താനപദഃ ഉത്താനപദോ മാനവസ്യ അനുവർണിതഃ മാനവസ്യ അനുവർണിതഃ വംശഃ പ്രിയവ്രതസ്യ അപി പ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമ. നൃപസത്തമ ഇവിടെ ഇനി വിളിക്കുന്നത് പരീക്ഷിത്തിനെയാണ്. രാജോത്തമനായ ഉത്തമനായ പരീക്ഷിത്തെ, മാനവസ്യ ഉത്താനപദഃ മനുപുത്രനായ ഉത്താനപാദന്റെ വംശഃ പുത്രപൗത്ര പരമ്പര യഹ യാതൊന്നാണോ ഏഷഃ അതിതാ അനുവർണിതഃ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട്. 3 പെൺമക്കളെ കുറിച്ച് പറഞ്ഞു, അവരുടെ വംശപരമ്പര പറഞ്ഞു. ഉത്താനപാദനെ കുറിച്ച് പറഞ്ഞു, അവരുടെ വംശപരമ്പര പറഞ്ഞു. ഇനി ഇതാ സ്വയംഭുവ മനുവിന്റെ ഒരു മകനെ കൂടെ പറയാനുണ്ട്. പ്രിയവ്രതസ്യ അപി പ്രിയവ്രതന്റെയും കൂടെ കഥ നിബോധ ധരിച്ചുകൊള്ളുക, എന്നിൽ നിന്ന് കേട്ട് ധരിച്ചുകൊള്ളുക. ഇനി പ്രിയവ്രതനെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണ്. 27-ാമത്തെ ശ്ലോകം. യഹ യോ നാരദാത് ആത്മവിദ്യാം അധിഗമ്യ നാരദാത് ആത്മവിദ്യാം അധിഗമ്യ പുനഃ മഹീം പുനർമഹീം ഭുക്ത്വാ വിഭജ്യ പുത്രേഭ്യഃ പുത്രേഭ്യ ഐശ്വരം സമഗാത് പദം. ഈ പ്രിയവ്രതനും യാതൊരു പ്രിയവ്രതനും നാരദാത് ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് തന്നെ ആത്മവിദ്യാം അധിഗമ്യ അധ്യാത്മവിദ്യയെ ഗ്രഹിച്ചിട്ട്, എന്നാൽ ഉടനെ സന്യാസത്തിന് പോയില്ല. ആ ആത്മവിദ്യ ഗ്രഹിച്ചിട്ട് അതേ ഭാവത്തിൽ തന്നെ പുനഃ പിന്നെയും മഹീം ഭുക്ത്വാ രാജ്യത്തെ അനുഭവിച്ചിട്ട് പുത്രേഭ്യഃ പിന്നീട് പുത്രന്മാർക്കായി വിഭജ്യ ഭാഗിച്ചു കൊടുത്ത ശേഷം ഐശ്വരം പദം സമഗാത് ആ സർവേശ്വരന്റെ പരമധാമത്തെ പ്രാപിച്ചുവല്ലോ. ആ പ്രിയവ്രതന്റെ കഥയും എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക. ഇനി വിതുര മഹർഷി യാത്ര പറഞ്ഞു പോയതിനെ കുറിച്ച് പറയുകയാണ്. 28-ാമത്തെ ശ്ലോകം. ഇമാം തു കൗശാരവിണ ഉപവർണിതാം കൗശാരവിണോപവർണിതാം ക്ഷത്താ നിശമ്യ അജിതവാദ സത്കഥാം നിശമ്യ അജിതവാദ സത്കഥാം പ്രവൃദ്ധ ഭാവഃ അശ്രുകല ആകുലഃ പ്രവൃദ്ധ ഭാവോ അശ്രുകലാകുലോ മുനേർദധാര മൂർധ്നാ ചരണം ഹൃദാ ഹരേഹേ. ക്ഷത്താത്തു വിതുരരാകട്ടെ കൗശാരവിണ മൈത്രേയ മഹർഷിയാൽ ഉപവർണിതാം വർണ്ണിച്ചു ചൊല്ലപ്പെട്ട ഇമാം ഈ അജിതവാദം അജിതനായ ഭഗവാൻ ആ ഭഗവാനെ കുറിച്ചുള്ള വാദ സത്കഥാം ഭഗവത്പരമായ സത്കഥയെ നിശമ്യ കേട്ടിട്ട് പ്രവൃദ്ധഭാവഃ ഭക്തി വളർന്നവനായും അതുകൊണ്ട് തന്നെ അശ്രുകലാകുലഃ ആനന്ദാശ്രുകണങ്ങളാൽ വ്യാകുലനായും ഭവിച്ച് മൂർധ്ന തൻ്റെ ശിരസിനാൽ മുനേഹേ മുനിയുടെയും ഹൃദയത്താൽ ഹരേഹേ ഹരിയുടെയും ചരണം ദധാര തൃപ്പാദത്തെ ധരിച്ചു. തനിക്ക് ഇത്രയും നേരം ഇത്രയും വിശദീകരിച്ചുകൊണ്ട് സത്കഥകൾ പറഞ്ഞു തന്ന മൈത്രേയ മഹർഷിയെ ശിരസ്സുകൊണ്ട് നമിച്ചു. ഭഗവാനെ ഹൃദയം കൊണ്ടും നമിച്ചു വിതുരർ. വിതുര ഉവാച വിതുരർ പറഞ്ഞു. 29-ാമത്തെ ശ്ലോകം. സഹ അയം അദ്യ സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മന ദർശിതഃ തമസഃ ദർശിതസ്തമസഃ പാരോ യത്ര അകിഞ്ചനഗഃ യത്ര അകിഞ്ചനഗോ ഹരിഃ. ഹേ മഹായോഗിൻ യോഗിവര്യനായ മൈത്രേയ മഹർഷേ, കരുണാത്മനാ ഭവതാ കാരുണ്യവാനായ അങ്ങയാൽ യത്ര യാതൊരിടത്ത്
അകിഞ്ചനഗഃ ഹരിഹി, സാധുഗമ്യനായ, മറ്റൊന്നും വേണ്ട ഭഗവാനെ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണ് അകിഞ്ചനന്മാർ. അങ്ങനെയുള്ളവരിൽ വാണരുളുന്ന സഹ അയം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ വാസസ്ഥലം എന്നത് തമസഹ പാരഹ, മോഹാന്ധകാരത്തിന്റെ മറുകരയാണ്. അദ്യ, അങ്ങനെയുള്ള ആ മറുകര, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പരമാർത്ഥമായ ലക്ഷ്യം മോക്ഷപ്രാപ്തി എന്നത് ഭഗവത് പദാരവിന്ദമാണെന്ന ആ സത്യത്തെ അദ്യ ദർശിതഃ, അങ്ങെനിക്ക് കാട്ടിത്തന്നു കഴിഞ്ഞു, അതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു എന്ന് വിതുരർ വളരെ ഭവ്യതയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി ശ്രീ ശുക ഉവാച, ശുകബ്രഹ്മർഷി പറയുകയാണ് 30-ാമത്തെ ശ്ലോകം. ഇതി ആനമ്യ ഇത്യാനമ്യ തം ആമന്ത്ര്യ തമാമന്ത്ര്യ വിദുരഃ വിദുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുഃ പ്രയയൗ ജ്ഞാതീനാം നിർവൃതാശ്രയഃ. വിദുരഃ, വിദുരർ, ഇതി, ഇപ്രകാരം കൃതജ്ഞതയോടെ മൈത്രേയ മഹർഷിയെ വന്ദിച്ച് തം ആനമ്യ, അദ്ദേഹത്തെ നമസ്കരിച്ച് ആമന്ത്ര്യ, യാത്ര പറഞ്ഞ് നിർവൃതാശയഃ, നിർവൃതിയടഞ്ഞ അന്തഃകരണത്തോടുകൂടിയവനായിട്ട് സ്വാനാം, തൻ്റെ ജ്ഞാതീനാം, ബന്ധുജനങ്ങളുടെ ദിദൃക്ഷുഹു, ദർശനകാംക്ഷയാൽ ഗജസാഹ്വയം, ഹസ്തിനാപുരത്തിലേക്ക് പ്രയയൗ, യാത്ര പുറപ്പെട്ടു. ഹസ്തിനാപുരിയിൽ നിന്ന് ഇറങ്ങി വന്ന വിതുരരെയാണ് മൈത്രേയ മഹർഷി കണ്ടത്. അതൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ തിരിച്ച് വീണ്ടും ഹസ്തിനാപുരിയിലേക്ക് വിതുരർ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടെ വിതുര മൈത്രേയ സംവാദം അവസാനിച്ചു. ഇനി ശുകബ്രഹ്മർഷി തന്നെ നേരിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. 31-ാമത്തെ ശ്ലോകം. ഏതത് യഹ ശൃണുയാത് രാജൻ, ശൃണുയാത് രാജൻ രാജ്ഞാം ഹരി അർപ്പിതാത്മനാം, ഹരി അർപ്പിതാത്മനാം ആയുഹു ധനം, ആയുർധനം യശഃ സ്വസ്തി ഗതിം ഐശ്വര്യം ആപ്നുയാത്, ഗതിം ഐശ്വര്യമാപ്നുയാത്. ഹേ രാജൻ, പരീക്ഷിത്തെ, യഹ, യാതൊരാൾ, ഹരി അർപ്പിതാത്മനാം, ഭഗവാൻ ശ്രീഹരിയിൽ സമർപ്പിതമായ അന്തഃകരണത്തോടുകൂടെ വർത്തിച്ചിരുന്ന ഇത്തരം രാജ്ഞാം, രാജാക്കന്മാരുടെ ഏതത് ചരിത്രം, ഇപ്രകാരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചരിത്രത്തെ ശൃണുയാത്, ശ്രവിക്കുന്നുവോ, അങ്ങനെ നിരന്തരം ആ കഥയെക്കുറിച്ച് ശ്രവിച്ച് അതിലെ താത്വികമായ കാര്യങ്ങളും കൂടെ ഗ്രഹിച്ച് അത് മനനം ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന, കഴിയുന്നത്ര സമയം അത്തരം മനനത്തിലൂടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്ന സഹ, അവൻ, ആയുഹു, ദീർഘായുസ്സും, ധനം, സമ്പത്തും, യശഃ, കീർത്തിയും, സ്വസ്തി, സൗഖ്യവും, ഗതിം, സദ്ഗതിയും, ഐശ്വര്യം, ഈശ്വര സായുജ്യവും, ആപ്നുയാത്, നേടുന്നവനായി തീരുന്നതാണ്. ഇങ്ങനെയൊരു ഫലശ്രുതിയോടുകൂടെ ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ അഷ്ടാദശ സാഹസ്രിയാം, അതായത് 18,000 ശ്ലോകങ്ങളാണ് ഈ ഭാഗവതത്തിൽ മുഴുവനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള സംഹിതായാം ചതുർത്ഥസ്കന്ധേ, 4-ാമത്തെ സ്കന്ധത്തിലെ പ്രാചേതസോപാഖ്യാനം നാമ 31 അധ്യായഃ. പ്രാചേതസോപാഖ്യാനം എന്ന പേരുള്ള ഈ 31-ാമത്തെ അധ്യായവും കഴിഞ്ഞു. ഒപ്പം തന്നെ ചതുർത്ഥഃ സ്കന്ധഃ സമാപ്തഃ, 4-ാമത്തെ സ്കന്ധവും അവസാനിച്ചിരിക്കുന്നു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.